അവൾ ഹെഡ് റെസ്റ്റിൽ ചാരി കിടന്നുകൊണ്ട് തന്നെ മീനുവിൻ്റെ ഇരു കൈതലങ്ങളും കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സ്നേഹത്തോടെ, അതിലേറെ അങ്ങനെ വിളിക്കാനുള്ള മോഹത്തോടെ അവൾ വിളിച്ചു, അമ്മേ. ഒരു നിമിഷം മീനു തറഞ്ഞിരുന്നു പോയി. മിത്ര പതിയെ ബെഡിൽ നിന്നും താഴേക്കിറങ്ങിക്കൊണ്ട് മീനുവിനെ കെട്ടിപ്പിടിച്ചു. അമ്മേ. ഒരു പൊട്ടിക്കരച്ചിലോടെ മീനു അവളെ നെഞ്ചോട് ചേർത്തു. മിത്രയ്ക്കും സങ്കടം നിറഞ്ഞ നെഞ്ചു പൊട്ടുന്നുണ്ടായിരുന്നു. കിങ്സ് ആൻഡ് ക്വീൻസിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി കൃഷ്ണമൂർത്തി ഓഫീസ് റൂമിലേക്ക് കയറി ചെന്നു. ഞാൻ അകത്തോട്ട് വന്നോട്ടെ മേഡം. മേശയിൽ മുഖം പൂഴ്ത്തിയിരുന്ന പാർവതി രംഗനാഥൻ ആ സ്വരം കേട്ട് പെട്ടെന്ന് തലയുയർത്തി. മുന്നിൽ കൃഷ്ണമൂർത്തിയെ കണ്ടതും പാർവതി പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു. സാർ, എൻ്റെ മോള്, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പരിഭ്രാന്തി നിറഞ്ഞ ആ ചോദ്യം അയാളുടെ നെഞ്ചിലാണ് കൊണ്ടത്. തൻ്റെ മകളെക്കുറിച്ചുള്ള ഒരു അമ്മയുടെ എല്ലാവിധ ടെൻഷനും ആ ചോദ്യത്തിലുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല ലക്ഷ്മി. ആരും പരിചയപ്പെടുത്താതെ തന്നെ അവൾ സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞു എന്നതാണ് അതിശയം. ഇനി നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണുമോ എന്നതാണ് എനിക്ക് സംശയം. പാർവതി കരച്ചിലടക്കാൻ പാടുപെടുന്നത് കണ്ട് മൂർത്തിക്ക് വിഷമം തോന്നി. പാർവമ്മ എന്ന് എൻ്റെ മോളെ എന്നെ വിളിക്കുമ്പോൾ ഞാനതിൽ എന്തുമാത്രം നിറവൃതി പൂണ്ടിരുന്നെന്ന് സാറിന് മനസ്സിലാക്കാൻ കഴിയുമോ? ഞാൻ അമ്മയാണെന്നറിഞ്ഞ നിമിഷം മുതൽ അവൾ എന്നെ വെറുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ ചെയ്തതാണ് ശരിയെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു സാർ. 6 വയസ്സ് വരെ എൻ്റെ കൂടെ ജയിലിൽ കഴിഞ്ഞാൽ അവൾക്കൊരിക്കലും പിന്നീട് നല്ലൊരു ജീവിതം കിട്ടില്ല. ഒരു കൊലയാളിയുടെ മകളായി തന്നെ അവൾ ജീവിതകാലം മുഴുവൻ അറിയപ്പെടേണ്ടി വരും. മീനു ചേച്ചിയുടെയും പപ്പേട്ടൻ്റെയും കയ്യിൽ അവൾ എത്തിയതാണ് എന്നെ ഏറെ സന്തോഷിപ്പിച്ച കാര്യം. എൻ്റെ കുടുംബത്തിൽ തന്നെ അവൾക്ക് വളരാൻ കഴിഞ്ഞല്ലോ. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു അഗ്നിമിത്ര ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ? സാറിന് തോന്നുന്നുണ്ടോ ഞാൻ തെറ്റാണ് ചെയ്തതെന്ന്? കവളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് പാർവതി മൂർത്തിയെ നോക്കി. നീ ചെയ്ത കാര്യങ്ങൾ തെറ്റായിരുന്നുവെന്ന് ആരും പറയില്ല ലക്ഷ്മി. പലവട്ടം നിന്നെ ജയിലിനകത്ത് കാണാൻ വന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, നിന്റെ ഭർത്താവ് ആനന്ദ് ഗംഗാധർ. അയാളെ ഒന്ന് കേൾക്കാൻ നീ അനുവദിച്ചിരുന്നുവെങ്കിൽ നിനക്ക് നിന്റെ കുടുംബം നഷ്ടപ്പെടില്ലായിരുന്നു. നീ പ്രസവിച്ച കുഞ്ഞിനെ അയാൾ 2 കൈയും നീട്ടി സ്വീകരിക്കുമായിരുന്നു. നിന്നെ സ്നേഹിച്ച ആ വ്യക്തിയെ നിന്നെ മാനഭംഗപ്പെടുത്താനായി കയറി വന്ന ഒരുത്തൻ്റെ വാക്ക് കേട്ട് അവിശ്വസിക്കരുതായിരുന്നു. അത് കാരണം എന്തായി? അയാൾ സ്വന്തം ലൈഫ് തകർത്തില്ലേ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഉപകാരപ്പെടാത്ത മകനായി തീർന്നില്ലേ? ഞാൻ ആനന്ദിനെക്കുറിച്ച് നന്നായി അന്വേഷിച്ചു. 10-20 വർഷങ്ങൾക്ക് മുമ്പ് വളരെ നല്ലൊരു ആൺകുട്ടിയായിരുന്നു അയാൾ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സ്ത്രീ വിഷയത്തിൽ അതീവ തൽപരനാണ് അയാൾ എന്ന് പൊതുവേ സംസാരമുണ്ടെങ്കിലും ഒറ്റ പെണ്ണിനോട് പോലും അപമര്യാദയായി പെരുമാറിയതിന് തെളിവില്ല. ജീവിതം കൈവിട്ടു പോയി എന്ന് തോന്നിയ നിമിഷം അയാൾക്ക് മേൽ ആരോപിച്ച കുറ്റങ്ങളെല്ലാം അയാൾ സ്വയം ഏറ്റെടുത്തു. കോളേജിൽ പോലും അയാളെ ആ വിധത്തിലാണ് കുട്ടികൾ കണ്ടിരുന്നത്. അയാളുടെ നോട്ടം ശരിയല്ലെന്ന് മിത്ര പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ധാരണ വെച്ച് അയാളോട് പെരുമാറുമ്പോൾ അയാൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നതാണ്. ആനന്ദ് ഗംഗാധർ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അവൾ ജയിലിൽ വെച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നും ഗംഗാധരൻ പോറ്റി അറിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും അതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടാവാതിരിക്കില്ല. ആ അന്വേഷണം ലക്ഷ്മിയിലും തുടർന്ന് മിത്രയിലും എത്തി നിൽക്കുമെന്ന് ഞാൻ പറയുന്നു. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ ലക്ഷ്മിയുടെ പ്രതികരണം എന്തായിരിക്കും? മൂർത്തിയുടെ ചോദ്യത്തിന് മുൻപിൽ പാർവതി ശരിക്കും തളർന്നുപോയി. എനിക്കറിയില്ല സാർ, എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്മി. പോലീസിനെയും കൂട്ടി ഗംഗാധരൻ പോറ്റി ഇവിടേക്ക് കയറി വരുന്ന ദിവസം വിദൂരമല്ല. അതിനെ നേരിടാൻ ഇപ്പോഴേ തയ്യാറെടുത്തോളൂ. അയാൾ പോകാനായി എഴുന്നേറ്റു. സാർ, എനിക്ക് മോളെ ഒന്ന് കാണാൻ. മൂർത്തി പാർവതിയുടെ മുഖത്തേക്ക് അല്പനേരം നോക്കി നിന്നു. അവളെ നാളെ ഡിസ്ചാർജ് ചെയ്യും. ഇനി ഒരിക്കലും ഇത്ര ഇവിടേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ മകളെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കാണാം. ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം ചേച്ചിയുടെ വീടല്ലേ. എന്നെ തള്ളിക്കളഞ്ഞവരുടെ അടുത്തേക്ക് എനിക്കിനി പോകാൻ കഴിയില്ല സാർ. തള്ളിക്കളഞ്ഞത് അവരുടെ തെറ്റാണോ? തെറ്റ് ചെയ്തവൾ ലക്ഷ്മിയല്ലേ. അപ്പോൾ അവരുടെ അടുക്കലേക്ക് തിരികെ ചെല്ലേണ്ടതും ലക്ഷ്മി തന്നെയാണ്. മീനു വെച്ച് എന്നെ ആ വീട്ടിലേക്ക് കയറ്റില്ല സാർ, പാർവതി സങ്കടത്തോടെ പറഞ്ഞു. അതൊക്കെ ലക്ഷ്മിയുടെ വെറുതെയുള്ള തെറ്റിദ്ധാരണകളാണ്. പാർവതി അവിടേക്ക് ചെല്ലേണ്ട താമസമേ ഉള്ളൂ. മീനൂട്ടി തന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കും. ഈ സമയത്ത് ഞാനവിടെ ചെന്നാൽ മിത്രമോളെ തട്ടിയെടുക്കാൻ ചെന്നതാണെന്നേ അവർ കരുതൂ. ഒരൊറ്റ തവണ മുൻവിധിയില്ലാതെ ലക്ഷ്മി പോയി നോക്കൂ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. സാറിൻ്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ പോവാം.
എനിക്കെൻ്റെ കുഞ്ഞിനെ കാണേണ്ടതാണ് മുഖ്യം. അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കൃഷ്ണമൂർത്തിയുടെ മനസ്സും കലുഷിതമായിരുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്നത് ഒരു ചോദ്യചിഹ്നമായി അയാളുടെ മനസ്സിൽ അങ്ങനെ കിടന്നു. ആനന്ദ് ഗംഗാധരൻ്റെ കാർ കീഴത്തൂർ തറവാടിൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഇരച്ചു കയറി നിന്നു. അയാളെ കാത്തെന്നതുപോലെ പൂമുഖത്ത് ഗംഗാധരൻ പോറ്റിയും സത്യഭാമയും നിന്നിരുന്നു. അച്ഛൻ എന്തിനാ എന്നോട് തിരക്കിട്ട് വരാൻ പറഞ്ഞത്? അതിന് മറുപടി പറയാതെ അയാൾ അകത്തേക്ക് നടന്നു. പിന്നാലെ സത്യഭാമയും. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അയാൾ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് എതിർഭാഗത്തേക്ക് ചൂണ്ടി ആനന്ദിനോട് പറഞ്ഞു. ആനന്ദ് സോഫയിലേക്ക് ഇരുന്നു. സത്യഭാമ ഗംഗാധരൻ പോറ്റിയുടെ അടുത്തേക്കും ഇരുന്നു. നീ ഒരു വിവാഹം കഴിച്ചിരുന്നു എന്ന് ഞാൻ അറിയുന്നത് പോലീസുകാർ പറയുമ്പോഴാണ്. എന്തുകൊണ്ടാണ് നീ അത് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത്? ആനന്ദ് അച്ഛൻ്റെ മുഖത്തേക്ക് അല്പനേരം നോക്കിയിരുന്നു. പിന്നെ പതിയെ സംസാരിച്ചു തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്ന സമയമായിരുന്നു. വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ആയതല്ല. അന്നത്തെ സംഭവങ്ങൾ ഇന്നും ഓർക്കുമ്പോൾ എനിക്ക് പലതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതും ചതിയായിരുന്നു. ആദ്യമായിട്ടല്ല ഞങ്ങൾ ബീച്ചിലും സിനിമയ്ക്കുമെല്ലാം പോകുന്നത്. അന്ന് സിനിമയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ കാറിന് ചെറിയൊരു കംപ്ലൈൻറ്റ്. ഹരി ശരിക്കും ഒരു സൂത്രധാരനാണ്. എന്നെ എങ്ങനെയാക്കി തീർക്കണമെന്ന് അവൻ വർഷങ്ങൾക്ക് മുമ്പേ കണക്ക് കൂട്ടി വച്ചിരുന്നു. കാറിന് വന്ന തകരാറ് അവൻ്റെ തന്നെ പണിയായിരിക്കും. 10 മണിയോടെ അടുത്താണ് ഞാൻ അവളെ ഹോസ്റ്റലിൽ എത്തിക്കുന്നത്. അന്നേരം അവളുടെ അച്ഛനും അമ്മാവനും അവിടെ ഉണ്ടായിരുന്നു. നാട് മുഴുവൻ അഴിഞ്ഞാടി നടക്കുന്ന മകളെ അവർക്കിനി വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വിളിച്ച് സഹായം ചോദിക്കാൻ അവൻ മാത്രമേയുള്ളൂ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചത്. എന്നാൽ എൻ്റെ ഒരു വിളിക്ക് വേണ്ടി അവൻ അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എല്ലാം അവൻ വിചാരിച്ചതുപോലെ നടന്നു. ഒരിടത്ത് മാത്രം പിഴച്ചു. അവൻ ഏർപ്പെടുത്തിയ ആൾക്കാർക്ക് അവളെ മാനഭംഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. പകരം അവൾ അയാളുടെ ജീവനെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അവൻ മരിക്കുന്നതിന് മുമ്പ് അവളെ ചിലത് വിശ്വസിപ്പിച്ചു. ഞാനാണ് അവളുടെ അടുത്തേക്ക് അവന്മാരെ പറഞ്ഞയച്ചതെന്ന്. അവളത് വിശ്വസിച്ചു. ചെയ്ത കുറ്റം ഏറ്റെടുത്ത് ശിക്ഷ വാങ്ങിക്കുമ്പോഴും ഒരിക്കലും എന്നെ കാണാൻ അവൾ ആഗ്രഹിച്ചില്ല. അവസാനമായി ഞാൻ കാണാൻ ചെന്നപ്പോൾ ജയിൽ വാർഡൻ്റെ അടുത്ത് അവൾ പറഞ്ഞയച്ചത് ഇങ്ങനെയാണ്: ചതിയനാണ് അയാൾ. ഇനി ഒരിക്കലും അയാൾ എന്നെ കാണാൻ വരരുത്. എനിക്ക് അയാളെ കാണാൻ ആഗ്രഹമില്ല. അയാളിൽ നിന്ന് ഞാൻ ഗർഭിണിയാണ്. അത് സത്യവുമാണ്. എന്നാൽ ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ അയാൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുഞ്ഞ് ഒരു ആഭാസൻ്റെയോ കൊലപാതകയുടെയോ കുഞ്ഞായി വളരണ്ട. അവളെ ഞാൻ നല്ല മാതാപിതാക്കൾക്ക് ദത്തു കൊടുക്കും. അവസാനമായി അവൾ എന്നോട് പറയാൻ പറഞ്ഞയച്ചത് അങ്ങനെയാണ്. പിന്നീട് ഞാൻ അവളെ കാണാൻ ശ്രമിച്ചിട്ടില്ല. അവളിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കാമെന്ന് എനിക്കറിയാമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സ്വത്തിൻ്റെ പേരിൽ അച്ഛൻ വിൽപത്രം എഴുതിയെന്നറിഞ്ഞപ്പോൾ 3 വർഷത്തിനുള്ളിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ മാത്രമേ അച്ഛൻ്റെ സ്വത്തുക്കൾ എനിക്ക് കിട്ടൂ എന്നറിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ലക്ഷ്മി പറഞ്ഞതുപോലെ ഒരു നാട് മുഴുവൻ ആഭാസൻ എന്ന് മുദ്ര കുത്തിയവന് ആര് പെണ്ണു തരാൻ? ഇനി 1 വർഷം കൂടിയേ മുന്നിലുള്ളൂ എന്നോർത്തപ്പോൾ ലക്ഷ്മിയിൽ എനിക്ക് പിറന്ന കുഞ്ഞിനെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നി. അഗ്നിമിത്ര ബ്രില്യൻ്റായ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദൗത്യം ഞാൻ അവളെ ഏൽപ്പിച്ചത്. എന്നിൽ ചുറ്റപ്പെട്ടത് മുഴുവൻ അവളിലും ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ടായിരിക്കാം അവൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയത്. നമ്മുടെ ലച്ചുവും ദീപികയുമെല്ലാം അഗ്നിമിത്രയുടെയും സ്വന്തമാണല്ലോ. എനിക്കൊത്തിരി ഇഷ്ടമായി ആ കുട്ടിയെ. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. ഞാൻ തന്ന സമ്മാനം നീ അവൾക്ക് കൊടുത്തില്ലേ? കൊടുത്തു. ആദ്യം വാങ്ങാൻ കൂട്ടാക്കിയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് പോന്നു. ആനന്ദിൻ്റെ മറുപടിക്ക് അയാൾ ഒന്ന് മൂളി. എൻ്റെ പേരക്കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനെ വേണം. മുൻപേ തന്നെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞ് ജയിലിൽ നിന്ന് വരുന്നത് ഇവിടേക്കാകുമായിരുന്നു. നിരാശയോടുകൂടി അയാളത് പറയുമ്പോൾ അതേ ഭാവം മറ്റ് 2 പേരുടെ മുഖത്തുമുണ്ടായിരുന്നു. അന്ന് ആ കുട്ടി പ്രസവിച്ചത് എന്തു കുട്ടിയാണെന്ന് നിനക്ക് വല്ല ഊഹവുമുണ്ടോ ആനന്ദ്? സത്യഭാമയുടെ ചോദ്യത്തിന് മറുപടിയായി ഗംഗാധരൻ പോറ്റി അവരെ ഒന്ന് തുറച്ചു നോക്കി. എന്ത് കുട്ടിയായാലും എന്താ കുഴപ്പം? കുട്ടി നമ്മുടേതല്ലേ? അയാൾ ദേഷ്യപ്പെട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ട് മകൻ്റെ നേർക്ക് തിരിഞ്ഞു. നമ്മൾ ഇന്ന് തന്നെ സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. അവൾക്കും കുഞ്ഞിനും വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കട്ടെ. അങ്ങനെ ഒരു തീരുമാനം ആനന്ദിൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ അയാൾ എതിർത്തില്ല. അന്ന് തന്നെ ആനന്ദ് ഗംഗാധർ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. പിറ്റേന്ന് കാലത്ത് അഗ്നിമിത്രയെ കാണാൻ ഒരാൾ വന്നിരുന്നു. ശ്രീരേഖ. അന്ന് ജയിലിലേക്ക് കൂട്ടുവന്നതിന് ശേഷം അഡ്വക്കേറ്റ് ശ്രീരേഖയെ മിത്ര പിന്നീട് കണ്ടിട്ടില്ല. ശ്രീരേഖയെ കണ്ട നിമിഷം മുതൽ മിത്രയുടെ നെഞ്ചിലെ താളം തന്നെ മാറിപ്പോയിരുന്നു.